വാർത്തകളിലേക്ക് വിശദമായി. കൊച്ചിയിൽ വീണ്ടും കേബിൾ കുരുങ്ങി അപകടം. വെണ്ണലയിൽ ഇലക്ട്രിക് പോസ്റ്റിലെ കേബിളിൽ ബൈക്ക് കുരുങ്ങിയാണ് ബൈക്ക് യാത്രക്കാരനും ഗുരുതരമായി പരിക്കേറ്റത്. ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. മരട് സ്വദേശി അനീഷിനാണ് പരിക്കേറ്റത്. ഡാനി പോൾ ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ഡാനി, ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്നു. കോടതി ഇടപെടൽ ഉണ്ടായിട്ടും കർശന നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും അതിൽ ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ എന്താണ് സംഭവിച്ചത്? കേബിളിൽ കുരുങ്ങി വീണ്ടും ഒരു അപകടം കൂടി കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് തുടർച്ചയായി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാമത്തെ ഒരു അപകടമാണ് ഉണ്ടാകുന്നത്. ഇക്കുറി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് നിസാര പരിക്കുകളോട് രക്ഷപ്പെട്ടെങ്കിലും ഇക്കുറി പരിക്ക് അതീവ ഗുരുതരമാണ്. മരട് സ്വദേശിയായ അനിൽകുമാർ ഇന്നലെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഈ കാണുന്ന ഇവിടെ ഈ കേബിൾ താഴേക്ക് വീണ് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇത് ആ കേബിള് അദ്ദേഹത്തിന്റെ ബൈക്കിന്റെ അതിന്റെ ഒരു ഹാൻഡിൽ ബാറിൽ ചുറ്റുകയും തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിടുകയും റോഡിലേക്ക് അദ്ദേഹം വീഴുകയുമാണ് ഉണ്ടായത്. ഹെൽമറ്റ് ധരിച്ചിരുന്നുവെങ്കിലും ഹെൽമറ്റ് തെറിച്ചു പോകുന്നു. തലയ്ക്ക് സാരമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് പരിക്ക് പറ്റുകയും ചെയ്തു. തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അദ്ദേഹത്തെ ഇവിടെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ന്യൂറോ സർജൻ അടക്കമുള്ള ഒരു സംവിധാനങ്ങൾ വളരെ പെട്ടെന്ന് സജ്ജമാക്കാൻ കഴിയാതെ വരികയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ അവിടെ എത്തിക്കുന്നതിന് മുൻപായി ഇപ്പോൾ അദ്ദേഹത്തെ കോട്ടയത്ത് തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അനിൽകുമാറിന്റെ സ്ഥിതി ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ റിപ്പോർട്ടുകൾ. നിലവിൽ അദ്ദേഹം ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. ആ ജോലിയുമായി ബന്ധപ്പെട്ട ഇവിടെ എത്തുകയും രാത്രി അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്തുമാണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെയും കൊച്ചിയിൽ പലതവണ ഈ രീതിയിലുള്ള സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും ഇതുപോലെ കേബിളുകൾ വളരെ അലക്ഷ്യമായി തൂങ്ങിപ്പോകുന്ന അവസ്ഥകളുണ്ട്. ചില കമ്പനികൾ വളരെ നന്നായി അത് പരിപാലിക്കുന്നുണ്ടെങ്കിൽ കൂടി മറ്റ് പലരും തന്നെയും ഈ കേബിളുകൾ വളരെ അശ്രദ്ധമായി വഴിയിൽ അപകടമുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. എപ്പോഴും ഇരുചക്ര യാത്രക്കാരാണ് ഇതിന്റെ ഒരു ഇരയാക്കപ്പെടുന്നതെന്നാണ് നേരത്തെ കളമശ്ശേരിയിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളിലും എല്ലാം തന്നെയും ഈ രീതിയിൽ തന്നെയായിരുന്നു പരാമർശിക്കപ്പെട്ടിരുന്നത്. ഇത് ഇരുചക്ര വാഹന യാത്രക്കാർ തന്നെയായിരുന്നു അതിലുമുണ്ടായിരുന്നത്. അന്ന് കഴുത്തിൽ കേബിൾ കുരുങ്ങുകയും ഭാഗ്യവശാൽ വാഹനം പതുക്കെ ആയതിനാൽ, അതായത് ബൈക്ക് വളരെ പതുക്കെ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്ക് പറ്റാതിരുന്നത്. അദ്ദേഹത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിന് കുട്ടിയുണ്ടായിരുന്നു. പക്ഷെ അന്ന് വലിയ രീതിയിലേക്ക് ധാരണ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇക്കുറി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അപകടം ഗുരുതര സ്വഭാവം തന്നെയാണ്. വളരെ ഗുരുതരമായ പരിക്കുകളാണ് അനിൽകുമാറിന് ഏറ്റിട്ടുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. നമുക്കൊപ്പം അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി അദ്ദേഹം ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ അനുജന്റെ കൂടെയാണ് അദ്ദേഹം ഒപ്പം തന്നെ ചേരുന്നു. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ഒരു 8:45 ഇവിടെ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം നമ്മൾ നോക്കി ഇന്ന് കാലത്ത് പരിശോധിച്ചു എന്തുകൊണ്ടാണ് ആക്സിഡന്റ് നടന്നത്. അത്ര സ്പീഡിൽ ഓടിക്കുന്ന അദ്ദേഹം മനുഷ്യനല്ല. അദ്ദേഹം നോക്കി നോക്കുമ്പോൾ മനസ്സിലായി കേബിൾ കുരുങ്ങിയിട്ട് രാത്രിയിൽ സ്ട്രീറ്റ് ലൈറ്റ് കാര്യമായിട്ടുള്ള ഒരു ബ്രൈറ്റ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് കേബിൾ കുരുങ്ങിയിട്ടാന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹം വീഴുകയും ഹെൽമെറ്റ് ഇവിടെ തെറിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് CCTVയിൽ തന്നെ കാണാൻ പറ്റും. 8:45 9 കൂടി തന്നെ EMC ഹോസ്പിറ്റലിൽ എത്തിക്കും. അവിടെ വിദഗ്ധമായ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കാഷ്വാലിറ്റിയിലോട്ട് മാറ്റുകയും ചെയ്തു. അതനുസരിച്ചിട്ട് തന്നെ CT സ്കാൻ പോലുള്ള സ്കാനിങ് എടുത്തു. തലയ്ക്ക് കാര്യമായിട്ട് പരിക്കുണ്ട്. ഒരു മെയിൻ ഞരമ്പ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ബ്ലീഡിംഗ് നല്ലോണം ഉണ്ട്. ചെവിയിൽ നിന്ന് നല്ല ധാരാളം ബ്ലഡ് ഉണ്ടായിരുന്നു. ഷോൾഡർ ഫോമിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, വാരിയെല്ല് പൊട്ടിയിട്ടുണ്ട്, ബാക്കിൽ എല്ല് പൊട്ടിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ. ഇവിടെ നിന്ന് തന്നെ ഈ എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചായിരുന്നു. പക്ഷെ അവിടെ ന്യൂറോ സർജൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോട്ടയം മെഡിക്കൽ കോളേജ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെ ഏൽപ്പിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ഒരു ICUവിന് സഹായമുള്ള ഒരു വാഹനത്തിലൂടെ നമ്മൾ ആംബുലൻസിലൂടെ അദ്ദേഹത്തിനെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോഴും അവിടെ ഒരു അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചില്ല. ഇപ്പൊ കാരിത്താസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ അദ്ദേഹം ട്രീറ്റ്മെന്റിലാണ്. ഇപ്പോഴും അർജന്റീന സാമ്പത്തിക സഹായം ഇല്ലാത്തതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു കോട്ടയം മെഡിക്കൽ കോളേജ് പോലുള്ള വിദഗ്ധ ചികിത്സ ലഭിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ചികിത്സ ലഭിക്കാനുള്ള സാഹചര്യം സർക്കാരിന്റെ ഭാഗത്തും അധികാരികളുടെ ഭാഗത്തും ഉണ്ടാവണം. തീർത്തും ഗുരുതരാവസ്ഥയിലാണ് അനിൽകുമാറിന്റെ ഒരു ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ പരാധീനതകളെല്ലാം തന്നെ. അതുകൊണ്ട് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ തന്നെ എല്ലാം തന്നെ പറയുകയും ചെയ്യുന്നു. എന്തായാലും
കൊച്ചിയിൽ ഇത്തരം അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കേബിളുകൾ വളരെ അലക്ഷ്യമായിട്ട് തന്നെയാണ് ഇപ്പോഴും തന്നെ പലരും തന്നെ ഈ പോസ്റ്റുകളിൽ രൂപീകരിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയുടെ അടക്കം കടുത്ത വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഉത്തരവുകൾ ഉണ്ടായിട്ട് പോലും അതൊന്നും പരിപാലിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് സത്യം. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ വീണ്ടും കേബിൾ കുരുങ്ങിയ ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു. വെണ്ണലയിൽ ഇലക്ട്രിക് പോസ്റ്റിലെ കേബിളിൽ ബൈക്ക് കുരുങ്ങിയാണ് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഡാനിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇപ്പോൾ നമുക്കൊപ്പം ഡാനിപ്പോൾ അവിടെ നിന്നും തത്സമയം ചേരുകയാണ്. ഡാനി, മറ്റൊരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു. ബാനറുകളും കൊടിതോരണങ്ങളും കെട്ടിയിരുന്ന കേബിളുകൾ കുരുങ്ങിയാണ് നേരത്തെ അപകടമെങ്കിൽ ഇപ്പോൾ അത് KSEBയുടെ കേബിൾ കുരുങ്ങിയുള്ള അപകടം എന്നാണ് മനസ്സിലാക്കുന്നത്. സംഭവ സ്ഥലത്ത് പോയതിനു ശേഷം എന്തൊക്കെയാണ് മനസ്സിലാകുന്നത്? ഈ കേബിൾ അപകട ഭീഷണിയായി അവിടെ ദിവസങ്ങളായി ഉണ്ടായിരുന്നോ? ഏത് സാഹചര്യത്തിലാണ് അത് അങ്ങനെ തുടർന്നത്? അപകടത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവരുടെ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ എന്താണ്? കൊച്ചി വളരെ വളരെ പെട്ടെന്ന് വികസിക്കുന്ന നഗരമാണെന്നെല്ലാം പറയുമ്പോഴും ഈ വ്യാവസായിക തലസ്ഥാനമെന്നെല്ലാം ആലങ്കാരികമായ തൊങ്ങലുകൾ ഉള്ളപ്പോൾ പോലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം പിന്നാക്കം നിൽക്കുന്നു എന്നത് ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തുകയാണ് ഈ സംഭവം. നമ്മളുള്ളത് ആ പോസ്റ്റിന് അരികിൽ തന്നെയാണ്. കാരണം ഇവിടെയാണ് ഒരു മനുഷ്യൻ വളരെ ദയനീയമായിട്ട് അദ്ദേഹം കേബിളിൽ കുരുങ്ങി നിലംപതിക്കുകയുണ്ടായത്. ഈ റോഡിലാണ് അദ്ദേഹം വീണത്. ഇതിൽ ഈ കേബിള് താഴേക്ക് വീണ് കിടക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ബൈക്കിന്റെ ഹാൻഡിലിൽ ചുറ്റി അദ്ദേഹം താഴെ വീഴുകയും ഹെൽമറ്റ് ധരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വരികയും ചെയ്യുന്നൊരവസ്ഥ. ഈ റോഡിൽ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം അദ്ദേഹം ഇന്നലെ തലയടിച്ച് വീണ ഇതാണ്. ഇവിടെയാണ് തലയടിച്ച് വീഴുന്നത്. ഇവിടെ ഈ ചോരപ്പാടുകളെല്ലാം ഒഴുകി കിടക്കുന്ന ആ ഒരു അവസ്ഥയായിരുന്നു. ഇവിടുന്ന് വളരെ ദാരുണമായ രംഗങ്ങളായിരുന്നു അദ്ദേഹത്തെ ഇവിടുന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്നും കൂടി കൂട്ടിച്ചേർക്കുന്നത് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമ്പോൾ വളരെ അത്യാവശ്യം വേണ്ട ന്യൂറോ വിഭാഗം, അവിടെ ന്യൂറോ ഡോക്ടർ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. അവിടെ ഇതുവരെയും അത്തരം ഒരു പോസ്റ്റിലേക്ക് പോലും അപ്പോയിന്റ്മെന്റ് പോലും നടന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നു. കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം കൊണ്ടുപോയത്. അവിടെ ഇപ്പോഴും അദ്ദേഹത്തിന് ചികിത്സയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല, അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ച അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരനൊപ്പമാണ് അനിൽകുമാർ ജോലി ചെയ്യുന്നത്. ഇവരാണ് ഇന്നലെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഇപ്പോഴും ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നത്? ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി ഭയങ്കര പരിതാപകരമാണ്. കാരണം തലയ്ക്ക് പറ്റിയുള്ള പരിക്ക് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഒരു സർജറി അത്യാവശ്യമാണെന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. സർജറി ചെയ്യാനായിട്ടുള്ള ഒരു ഭീമമായ തുക അത്യാവശ്യമാണ്. അതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇന്നലെ രാത്രി ഇവിടുന്ന് 12:30 മണിക്ക് EMC ഹോസ്പിറ്റലിൽ നിന്ന് പ്രാഥമിക ശുശ്രൂഷ കൊടുത്തതിന് ശേഷം ഒരു ESI നമ്മുടെ ICU ഫെസിലിറ്റീസ് ഉള്ള ആംബുലൻസിൽ നമ്മൾ അദ്ദേഹത്തിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ടും അവിടെ എത്തുന്നതിനും അവിടെ ചെന്നപ്പോൾ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ അഡ്മിഷൻ ലഭിച്ചില്ല. കാരണം അവിടെ വേക്കൻസി ഇല്ല, അതുപോലെ തന്നെ അവിടെ നമുക്ക് അവിടെ സ്പേസ് ഇല്ല എന്നെല്ലാം പറഞ്ഞ് അവർ മടക്കി അയക്കുകയാണ് ഉണ്ടായത്. കളമശ്ശേരിയിലേക്ക് പോയിരുന്നു. കളമശ്ശേരിയിലേക്ക് ഇവർ ബന്ധുക്കൾ വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ ന്യൂറോ സർജൻ ഇല്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് കൊണ്ടുവന്നൊരു കാര്യമില്ല എന്നുള്ള വിവരമാണ് അവരോട് പറഞ്ഞത്. അതനുസരിച്ചിട്ട് ബന്ധുക്കൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. ഞങ്ങൾ 12:30 മണിക്ക് EMC ഹോസ്പിറ്റലിൽ CT സ്കാൻ ഉൾപ്പെടെയുള്ളപ്പോൾ നടത്തിയപ്പോൾ മനസ്സിലായി തലയ്ക്ക് കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. നല്ല ബ്ലീഡിംഗ് ഉണ്ട്. ചോരയിൽ കുളിച്ച് കിടക്കുന്ന അനിൽകുമാറിനെയാണ് ഞങ്ങൾക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ള വെണ്ണലയിലുള്ള ചന്തയിലുള്ള ആളുകളെല്ലാം കൂടി എടുത്തുകൊണ്ടുപോയി വളരെ 10 മിനിറ്റിന് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് തന്നെയാണ് പ്രാഥമിക ശുശ്രൂഷ നൽകാൻ കഴിഞ്ഞു. പക്ഷേ ഏറ്റവും വലിയ ഡേഞ്ചർ എന്താ വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൽ കയറ്റി അദ്ദേഹത്തിന് ഒരു ശുശ്രൂഷ നൽകണം. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം വെൽഡിംഗ് തൊഴിലാളിയാണ്. ഇപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല. ഇപ്പോഴും കാരിത്താസ് ഹോസ്പിറ്റലിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. വെന്റിലേറ്ററിലാണ് അദ്ദേഹം ഇപ്പോഴും. ഇന്നലെ രാത്രി മുതൽ അദ്ദേഹം വെന്റിലേറ്ററിലാണ്. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് ഒരു ശുശ്രൂഷ ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം. മുൻപും ഇവിടെ ഇതുപോലുള്ള കേബിളിലുള്ള ആക്സിഡൻസുകൾ സംഭവിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ ഇത് പതിവാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടും കാര്യമായിട്ടുള്ള ഒരു ഡാനി, ഞാനിപ്പോൾ ഡാനിയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് കുക്കു ദേവകി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. കുക്കു ദേവകി, താങ്കൾ ഇത്തരം അപകടത്തിന്റെ ഒരു ഇരയായിരുന്നല്ലോ. തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു അപകടത്തിൽ താങ്കൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷവും കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും കർശന നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തതാണ്. പക്ഷേ ഒരു അപകടം കൂടി ആ നിലയിൽ ആ രീതിയിൽ സംഭവിച്ചിരിക്കുന്നു.
ഇതിൽ പരിക്കേറ്റ ആൾ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. KECBയുടെ കേബിളാണ് ബൈക്കിൽ കുരുങ്ങി അപകടമുണ്ടായത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ എന്തു തോന്നുന്നു? വളരെ സങ്കടകരം എന്നേ പറയാവൂ. എന്റെ കേസില് കോടതി വളരെ കൃത്യമായിട്ട് ഇടപെട്ടുള്ളതാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ സെക്രട്ടറി എന്നെ വിളിച്ചിട്ടുള്ളതാണ്. എന്റെ മൊഴി എടുത്തിട്ടുള്ളതാണ്. ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കേസിന്റെ പറഞ്ഞതാണ്. അപ്പം നേരിട്ട് അദ്ദേഹത്തിനെ വിളിക്കുകയും ചെയ്തത് ഹൈക്കോടതി. വളരെ ശക്തമായി തന്നെയാണ് കോടതിയിൽ ഇടപെട്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ പഞ്ചായത്തിൽ പോലും പല സ്ഥലത്തും ഇപ്പോഴും ഇങ്ങനെ തോരണങ്ങളും പിന്നെ അതുപോലെ തന്നെ ഫുട്ബോൾ കളിയുടെ നമ്മുടെ ലോകകപ്പ് കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ള കട്ടൗട്ടുകളൊന്നും എടുത്തു മാറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ എന്റെ പഞ്ചായത്തിൽ പോയി പറഞ്ഞിരുന്നു എടുത്തു മാറ്റണം. അതായത് റോഡ് സൈഡിലുള്ള കട്ടൗട്ടുകൾ പാടത്തൊക്കെ കെട്ടിയിരിക്കുന്നത്. പക്ഷെ അത് അത്രയും വലിയ കട്ടൗട്ടുകളാണ്. അപ്പൊ അത് മറിഞ്ഞ് നമ്മുടെ റോഡിലേക്കാണ് വീഴാന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ഇതിലെന്താ വെച്ചാൽ കൃത്യമായിട്ടുള്ള കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടായിട്ട് പോലും കൃത്യമായിട്ട് ആരാണ് ഇത് നടത്തേണ്ടത്, ഈ നിയമം പാലിക്കേണ്ടത്, അവത് പാലിക്കുന്നില്ല എന്നുള്ള കഷ്ടം. അതായത് ലോക്കൽ ബോഡീസ് അതുപോലെ പോലീസ് അത്ര ആളുകള് ഈ നിയമം അനുസരിക്കുന്നില്ല. അത് മനുഷ്യന്മാർക്ക് ഇത്ര വിനയായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. എത്ര അപകടത്തിലാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അറിഞ്ഞില്ല. ന്യൂസ് ഞാൻ അറിഞ്ഞ റോഡിലാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. അയാൾ വളരെ ഗുരുതരമായിട്ട് ഹോസ്പിറ്റലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ടായി. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ട ഒരാളാണ് ആ കുരുക്കിൽ നിന്ന്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള, അതായത് ഹൈക്കോടതി ഇടപെടുക എന്നുള്ളത് മാത്രമല്ലല്ലോ, നമ്മൾ ഈ പൗരബോധം കാണിക്കണ്ടേ. ഏത് ബോഡീസ്, ഏത് ലോക്കൽ ബോഡീസ് ആണെങ്കിലും ആരാണെങ്കിലും ഏത് മനുഷ്യരാണെങ്കിലും പാർട്ടിക്കാരാണെങ്കിലും ജനങ്ങളാണെങ്കിലും എല്ലാവരും ഈ പൗരബോധം സൂക്ഷിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇപ്പോൾ TV കാണുന്നില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ ആ അപകടമുണ്ടായ സ്ഥലത്തെ ദൃശ്യങ്ങളാണ്. എത്ര അശാസ്ത്രീയമായിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാകും. കുറേ കേബിളുകൾ ചുറ്റി അവിടെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് ബൈക്ക് യാത്രക്കാർക്കാണ് ഏറ്റവും അപകടം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കാണുന്ന, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കണ്ടാൽ കാൽനട യാത്രക്കാർക്ക് പോലും വലിയ അപകടമുണ്ടാക്കും എന്ന് നമുക്ക് മനസ്സിലാകും. കാക്കനാട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാൽനട യാത്രക്കാരൻ വീണ് പരിക്കേറ്റ് മൊബൈൽ പൊട്ടുകയും അയാളുടെ കൈവിരൽ ഒടിയുകയും ഒക്കെ ചെയ്ത സംഭവം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്ക് പോലും വലിയ അപകടമുണ്ടാക്കുന്ന രീതിയിൽ ബണ്ടിൽ കണക്കിന് കേബിൾ അവിടെ ഉപേക്ഷിച്ച് കുറച്ച് അവിടെ കെട്ടിയെന്ന് വരുത്തി ഒക്കെ പോയിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഒരു തരത്തിലുള്ള എന്ത് റോഡിന്റെ ഇരുഭാഗത്താണ്, റോഡിൽ എത്ര മര്യാദകൾ അല്ലെങ്കിൽ നിയമം പാലിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ് റോഡ്. ആ റോഡിൽ ഒരു തരത്തിലുള്ള നിയമം പാലിക്കപ്പെടില്ല എന്ന് മാത്രമല്ല വളരെ കൃത്യമായിട്ട് നിയമത്തിനെ മറികടന്ന് പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും. അത് ഏറ്റവും ബാധിക്കുക ഈ ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ആൾക്കാർക്കാണ്. ഞാൻ അടക്കമുള്ള ആൾക്കാരെ അധികം ഓടിക്കുന്നത് ടൂ വീലർ, നമ്മുടെ ഇതാണ് ബൈക്കും ടൂ വീലറൊക്കെയാണ്. അപ്പൊ അതിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നം. എന്നാൽ തന്നെ റോഡുകളിലൊക്കെ കുഴിയുണ്ട്. ഇപ്പൊ എല്ലാ റോഡുകളും ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ തൃശ്ശൂർ കുന്നറ റോഡാണെങ്കിൽ പണിയാണ്. അപ്പൊ അത്യാവശ്യം ഒരു പാതയിലൂടെയാണ്, അത് ഒരു വൺ സൈഡ് ഇപ്പൊ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ കൂടി ഈ കേബിളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി വരുമ്പോ നമുക്ക് ഓടിക്കാൻ സ്ഥലമില്ല. ഇത് മനസ്സിലാക്കാൻ എത്ര ബുദ്ധിമുട്ട്. ഇതിപ്പോൾ അന്ന് കോടതി പറഞ്ഞത് ഈ അനാവശ്യമായി കെട്ടിയിരിക്കുന്ന ബാനറുകളും കൊടിതോരണങ്ങളും അതിന്റെ കേബിളുകളുമാണ് പ്രശ്നമുണ്ടാക്കിയതും വില്ലനായതും. ഇതിപ്പോൾ നോക്കൂ, KECBയുടേതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ അലക്ഷ്യമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥരായിരിക്കുമല്ലോ ഇത് ചെയ്തത്. ആ ജോലി അവിടെ ചെയ്തതിന് ശേഷം അത് വളരെ അലക്ഷ്യമായി അവിടെ കൂട്ടിയിട്ടിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ പണം വാങ്ങുന്ന ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വലിയ അലംഭാവമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത് ഒരാൾക്ക് എത്ര വലിയ ഉണ്ടാക്കിയിരിക്കുന്നു എന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഉദ്യോഗസ്ഥര് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്നത് നമ്മളെ പോലുള്ള ആൾക്കാരാണ്. അതാ ഈ കോടതി എന്ന് പറയുന്നത് ഇത്രയും ബഹുമാനപ്പെട്ട കോടതി നമ്മൾ പറയുന്നത് 2 ആഴ്ച മുന്നേ, എനിക്ക് പറ്റുന്നതിന് 2 ആഴ്ച മുന്നേ കോടതി പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ റോഡിലിടല്ലേ എന്നുള്ളത്. അത് മനുഷ്യരുടെ ജീവഹാനിക്ക് കാരണമാകുന്നുള്ളത്. അപ്പം അങ്ങനെ പറയുമ്പോ ഇത് എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്കും ഇത് നടപ്പിൽ വരുത്തേണ്ട ആൾക്കാർക്ക് ഇത് മനസ്സിലാകുന്നില്ല? എന്തുകൊണ്ട് ഇവർക്ക് മനുഷ്യരുടെ ജീവനിൽ ഒരു വിലയില്ലാത്തത് എന്താ? മനുഷ്യന്മാർക്ക് കൂടി ജീവിക്കണ്ടേ? ഇപ്പൊ ഞങ്ങളുടെ തൃശ്ശൂര് തന്നെ ഈ എന്റെ പ്രശ്നം ഉണ്ടായത്, എന്റെ 3-4 ദിവസം കഴിഞ്ഞപ്പം
കോർപ്പറേഷന്റെ ഒരു ഭംഗി വരുത്തലുണ്ടായിരുന്നു ഇവിടെ ഷോപ്പിംഗ് ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിലത്തെ ഒരു കവാടം ഒരു ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മറിഞ്ഞു വീണ് ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർക്കും അവരുടെ അതിലുണ്ടായിരുന്ന യാത്രക്കാരിക്കും സാരമായിട്ടുള്ള പരിക്കേറ്റു. അപ്പം അത് ഞാൻ അവിടെ കോർപ്പറേഷനോട് പറഞ്ഞിരുന്നു, നിങ്ങളിത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോർപ്പറേഷന്റെ അലങ്കാരപ്പണികൾ ഇനി എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക മനുഷ്യർക്ക് എന്നുള്ളത്. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് ഉദ്യോഗസ്ഥര് അടങ്ങുന്ന ഒരു വലിയൊരു ഗ്രൂപ്പാണ്, ഒരു സംഘമാണ്. ഈ സംഘത്തിന് മനസ്സിലാവില്ലേ ഇതൊന്നും? പിന്നെ ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ ഇപ്പൊ ഒരു കാര്യം പറയുകയാണെങ്കിൽ തേക്കിൻകാട് മൈതാനം വളരെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ റോഡിൽ ഈ സ്ഥലങ്ങളൊന്നും വെക്കാതെ തേക്കിൻകാട് മൈതാനത്തെ ഒരു സ്ഥലത്ത് ഇവർക്ക് അലങ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം നിശ്ചയിച്ച് അവിടെ അലങ്കരിച്ചൂടെ? അവിടെ മനുഷ്യന്മാർ നടക്കുക ചെയ്യാതെ അതിലെ വണ്ടിയൊന്നും പോകുന്ന ഒരു പ്രശ്നമില്ല. അതേ പബ്ലിക്കായിട്ടുള്ള വണ്ടികളൊന്നും അധികം പോവാത്തൊരു സ്ഥലമാണ് തേക്കിൻകാട് മൈതാനം. അവിടെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. അങ്ങനെ ഏതെങ്കിലും ഏരിയ ആളുകൾക്ക് ആസ്വാദിക്കാനും ഇപ്പോ തോരണം കെട്ടണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഇതുപോലെ ഈ KSEB പോലുള്ള വകുപ്പുകള്, KSEB ഉണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്, പല വകുപ്പുകളുണ്ട്, റോഡ് പൊളിച്ചിടുന്ന വകുപ്പുകള്. ഈ വകുപ്പുകൾ ഈ പൊളിച്ചിടുന്ന ഈ ആവേശം മൂടാനും അതിന്റെ മറ്റേ കേബിളുകളൊന്നും എടുത്തു മാറ്റാൻ കാണിക്കുന്നില്ല. എന്തുകൊണ്ട് ഇത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് കോടതി ഇതിന്മേൽ എന്താണ് കോടതി പറയേണ്ടത്? ആർക്കും ഉണ്ടാകാം, അപകടമുണ്ടാകാം. അത് നമ്മളുടെ ഏറ്റവും അടുത്തവരാകാം, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു മനുഷ്യനാകാം. ഏതായാലും ഒരു മനുഷ്യജീവിക്ക് ഒരു അപകടമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് സംശയം തോന്നിയാൽ അത് മാറ്റാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നത് വളരെ വേദനാജനകമാണ്. നമുക്കറിയാം, ചിലപ്പോൾ ഒരു കല്ലോ വടിയോ കേബിളോ ഒക്കെ അപകടകരമായ രീതിയിൽ നിന്നാൽ, ഒരു വൃക്ഷത്തിന്റെ കൊമ്പായാൽ പോലും അത് മുറിച്ചു മാറ്റുന്നവരെ, അത് മാറ്റാൻ തോന്നുന്ന സാമാന്യ ബുദ്ധി കാണിക്കുന്ന മനുഷ്യരെ നമ്മൾ റോഡുകളിൽ നിരത്തുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ അപകടമുണ്ടാക്കുന്ന, അപകടക്കെണിയായി ഇത്തരം സാഹചര്യങ്ങൾ അത് ബോധപൂർവം സൃഷ്ടിക്കുന്ന, അതിനെ മാറ്റം വരുത്താതെ അങ്ങനെ ഇട്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് ഓർക്കാൻ പോലും വയ്യ. അത് ഓരോരുത്തരുടെ ജീവനു വരെ ഭീഷണിയാകുന്ന സാഹചര്യം. ഇപ്പോൾ ആ മനുഷ്യൻ മരട് സ്വദേശി അനീഷിനാണ് ഗുരുതരമായി ഈ അപകടത്തിൽ പരിക്കേറ്റത്. അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബം, അങ്ങനെ വളരെ സാമ്പത്തികമായി പോലും പരാധീനതകളുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് എന്ന് കൂടി നമുക്ക് പ്രാഥമികമായി വിവരം ലഭിക്കുന്നുണ്ട്. അവിടെ നിന്നവർ പ്രതികരിച്ചവരൊക്കെയും നൽകുന്ന വിവരം അതാണ്. അങ്ങനെ ഒരു ജീവന് ഭീഷണിയായി ആ സാഹചര്യം അവിടെ ഉണ്ടാവുകയായിരുന്നു. ഡാനി ഇപ്പോൾ നമുക്ക് ഒപ്പം അവിടെ നിന്ന് തുടരുന്നുണ്ട്. ഡാനി, KSEBയുടെ പോസ്റ്റാണ് എന്ന് പറയുന്നെങ്കിലും നമുക്ക് ഒരുപാട് കേബിളുകൾ അവിടെ കാണാം. അതൊക്കെ ഇങ്ങനെ വളരെ അലക്ഷ്യമായി റോഡിലുടനീളം കിടക്കുകയാണ്. ബൈക്ക് യാത്രക്കാർക്കെന്ന് മാത്രമല്ല, കാൽനട യാത്രക്കാർക്ക് പോലും അപകടം സൃഷ്ടിക്കാൻ പറ്റുന്ന തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലൊക്കെയാണ് അതങ്ങനെ കിടന്നത്. ഇത്രയും അശാസ്ത്രീയമായി ഇത് കൈകാര്യം ചെയ്യുന്നത് ആരാണ് ഇതിന് നീക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ? നമുക്ക് കൂടുതലായും അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? ഇതിപ്പോൾ ഒരു നാട്ടുകാരന് പോലും കണ്ടാൽ അത് അപകടക്കെണിയാണെന്ന് മനസ്സിലാകും. ആരും ഇക്കാര്യം ഇതുവരെ പരാതിപ്പെട്ടില്ലേ? ആരുടെയും ശ്രദ്ധയിൽ ഇക്കാര്യം വന്നില്ലേ? രേണുക, ഇക്കാര്യത്തിൽ ഈ ഇലക്ട്രിക് പോസ്റ്റിനെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല നെറ്റ്വർക്കുകൾ കടന്നു പോകുന്നുണ്ട്. സ്വന്തമായി ഈ പോസ്റ്റുകൾ സ്ഥാപിച്ച് പോകുന്നവരെ കൂടാതെ തന്നെ പലരും പ്രാദേശികമായുള്ള പല നെറ്റ്വർക്കുകളും പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ ഇതിൽ ഒറ്റ നോട്ടത്തിൽ ഇത് ആരുടെ കേബിൾ എന്ന് പറയാൻ അവർക്ക് ഒറ്റ നോട്ടത്തിൽ കഴിയില്ല എന്ന് തന്നെയാണ് വസ്തുത. ഇതിൽ ഏത് നെറ്റ്വർക്കാണ് തകരാറ് എന്ന് സംഭവിക്കുമ്പോൾ മാത്രമാണ്, അവരുടെ പരാതി വരുമ്പോൾ മാത്രമാണ് ഇതൊരു പരിശോധനകൾക്ക് വേണ്ടി പോലും എത്തുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഇത്തരം സംവിധാനങ്ങൾ ചെയ്താലും വളരെ ചുരുക്കം ചില കമ്പനികൾ മാത്രം വളരെ കൃത്യമായിട്ട് ഇത് പരിപാലിക്കുന്നുള്ളൂ. അല്ലാത്തെല്ലാം ഇതേപോലെ ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്നത് പോലെ, കാൽനടക്കാരെ പോലും കെണിവെച്ച് പിടിക്കുന്ന പോലെയുള്ള ഒരവസ്ഥയാണ്. ഈ വള്ളിയിൽ ചുറ്റി കാല് വീഴുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇതെല്ലാം തന്നെ കാണുന്നത്. ഇത്രയും താഴെ കൊണ്ടുവന്ന ഈ രീതിയിലെല്ലാം തന്നെ കേബിളെല്ലാം വെച്ചിരിക്കുന്നു. തൊട്ടപ്പുറത്തും അതുപോലെ തന്നെയാണ്. അങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഈ രീതി തുടർന്നുകൊണ്ട് പോവുകയാണ് അനസ്യൂതം. ഇതിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടും കാര്യമായ ഒരു കാര്യവും ഉണ്ടാവുന്നില്ല. കോർപ്പറേഷൻ ഒരു ഘട്ടത്തിൽ ഇത്തരം കേബിളുകൾ മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചു. നേരത്തെ ചോദിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും കാര്യക്ഷമമായി ഇടപെടേണ്ടവർ. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരും എത്തുന്നില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഈ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ കൊച്ചിൻ കോർപ്പറേഷനോ മറ്റേതെങ്കിലും ബോഡിയോ ഇടപെട്ടേക്കാം. അതിനപ്പുറത്തേക്ക് അത് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു തുടർച്ചയൊന്നും നമ്മൾ ഇതുവരെയും നഗരത്തിൽ എവിടെയും കണ്ടിട്ട് പോലുമില്ല.
അതോടൊപ്പം തന്നെയാണ് ഈ ഇലക്ട്രിക് പോസ്റ്റിനെ ആശ്രയിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിലൂടെ വലിക്കുന്ന കേബിളുകൾക്ക് അത് കൃത്യമായ രീതിയിൽ അതിന്റെ ഒരു കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്ന് KSEBക്ക് അടക്കം ഈ ഘട്ടത്തിൽ ഇടപെടാവുന്നതേ ഉള്ളൂ. പക്ഷെ അത്തരം ഒരു കാര്യത്തിലേക്കൊന്നും എവിടെയും എന്തായാലും ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണല്ലോ. കർശന നിർദ്ദേശം കോടതി നൽകിയതുമാണ്. അപ്പോൾ കൊച്ചിയിൽ തന്നെ ഇത്തരം ഒരു സംഭവം ആവർത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ് രേണുക. കാരണം പല കാര്യങ്ങളിലും എന്ന പോലെ ഹൈക്കോടതിയുടെ ഇടപെടൽ അത് വളരെ നിർണായകമായിട്ടുണ്ട്. പലപ്പോഴും അത് വളരെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ സഹായകരമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലും കോടതിയുടെ ഒരു ഇടപെടൽ വളരെ അനിവാര്യം തന്നെയാണ്. ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് കോടതി ഇക്കാര്യത്തിലെല്ലാം കൃത്യമായ രീതിയിൽ നിർദ്ദേശം നൽകുകയും അന്ത്യശാസനം നൽകുകയും എല്ലാം ചെയ്തിട്ടും ഇതിലേക്കൊന്നും കാര്യമായ രീതിയിൽ ബന്ധപ്പെട്ടവർ കടന്നിട്ടില്ല എന്നതിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് ഈ അപകടം. കൃത്യമായ ഒരു ചൂണ്ടുപലക തന്നെയാണ് ഈ അപകടം. അതിൽ കോടതിയുടെ ഒരു ഇടപെടൽ തന്നെയാണ് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഉണ്ടായേക്കുക. ശരി, എന്തായാലും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. ആശുപത്രിയിൽ കഴിയുന്ന ആൾക്ക് വളരെ പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഡാനി പോളാണ് അവിടെ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.